ഷെയ്ഖ് ഹസീന, ബംഗ്ലാദേശിലെ അയൺ ലേഡി. ഇന്ത്യൻ അയൺ ലേഡി നമ്മുടെ ഇന്ദിരാഗാന്ധിയോട് ഒരുപാട് സാമ്യമുണ്ട്. വേറൊന്നും കൊണ്ടല്ല, വുമൺ പ്രധാനമന്ത്രി എന്ന രീതിയിൽ മാത്രമല്ല, ഇന്ദിരാഗാന്ധിയുടെ അച്ഛൻ നമ്മുടെ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നു. അതിനുശേഷം വന്ന ഒരു ലെഗസി പിന്തുടർന്ന് വന്നതാണ് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത്. അവർക്ക് അവരുടെ ഭരണകാലത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ആയിരുന്നു അവരുടെ എൻഡ് വരുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപനമൊക്കെ ആ ഗണത്തിൽ നമുക്ക് പെടുത്താൻ പറ്റും. അതുകണക്ക് തന്നെയാണ് ഈ പറഞ്ഞ ബംഗ്ലാദേശിലും 1971 പ്രധാനമന്ത്രിയായിട്ട് ഷെയ്ഖ് മുജീബ് റഹ്മാൻ അധികാരത്തിലെത്തുന്നു. അതിനുശേഷം അവരുടെ ലെഗസി പിന്തുടർന്ന് 2009 ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയായിട്ട് വരുന്നത്. ഇവരുടെ ഒരു കാലഘട്ടത്തിലും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ടുവേഴ്സ് ദ എൻഡിൽ വരുമ്പോൾ ഇതിനൊക്കെ ഡിക്റ്റേറ്റർഷിപ്പ്. ഇപ്പം എന്തിനാണ് അവിടെ ആൾക്കാർ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിക്റ്റേറ്റർഷിപ്പിന്റെ ഭാഗമായിട്ടാണ്. 30% ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ കോട്ട പോകുന്ന സമയത്ത് ആ കോട്ട 30% എന്ന് പറയുന്നത് ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ചിൽഡ്രൻസിന് മാത്രമല്ല, ഗ്രാൻഡ് ചിൽഡ്രന്റെ ചിൽഡ്രൻസിന് മാത്രം പോവുക എന്നത് കൂടി മാത്രമല്ല, ഇതിലൊരു ട്രാൻസ്പെറൻസി എന്ന സംഭവമില്ല. ഇത് കൊടുക്കുന്നത് മൊത്തം ഹസീനയുടെ പാർട്ടി മെമ്പേഴ്സ്, അവരുടെ ഫ്രണ്ട്സ്, അവരുടെ ഫാമിലി, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് അവരെ ഗവൺമെന്റ് ജോലിയിലേക്ക് എത്തി അവരെ സെർവൻ്റ് ആക്കി എടുക്കുന്ന ഒരു പരിപാടി ടോട്ടൽ ഹസീനയുടെ കയ്യിൽ ഇരിക്കുന്ന രീതിയിലുള്ള. ഇപ്പോൾ കേരളത്തിലെ ഗവൺമെന്റിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ PSC നോക്കുകൂർത്തിയാക്കിയിട്ട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അവരുടെ കേഡേഴ്സ്, അവരുടെ അനുഭാവികളുടെ ഭാര്യ, അവരുടെ സഹോദരി, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇവിടെ ജോലി കൊടുക്കുന്ന സംഭവം ഉണ്ടല്ലോ, ഏകദേശം അതേപോലെ. കാരണം അവർക്ക് കിട്ടുന്ന ഒരു വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ട്. അത് അവിടെ ചെയ്തു. അവിടുത്തെ സ്റ്റുഡൻസ് അതിനെതിരെ നിന്നു. 2018-19 അവർ ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട് വരെ പോയി. അവർ ആ വിധിക്കെതിരെ ഈ കോട്ടയ്ക്ക് അബോളിഷ് ചെയ്യണം, ഒരു റീഫോം കോട്ട വേണമെന്ന രീതിയിൽ അവർ വിധി കൊണ്ടുവരുന്നു. പക്ഷേ ഹസീന എന്ന് പറയുന്ന അവിടുത്തെ പ്രധാനമന്ത്രി അതിനെ അംഗീകരിക്കുന്നില്ല. മാത്രമല്ല അതിനെ ലോങ് ടേം ആയിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെക്കുകയും റീഫോം എന്ന രീതിയിൽ വീണ്ടും ഈ പറഞ്ഞ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ കോട്ട കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്തിനാണ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഒന്നുമല്ല, അവരുടെ പാർട്ടിക്കാരെ ഗവൺമെന്റിലേക്ക് കയറ്റി അവർക്കൊരു വർക്ക് ഫോഴ്സ് ഉണ്ടാക്കിയെടുക്കുക എന്ന ഒറ്റ ചിന്തയിലാണ്. അതാണ് ഇവിടെ തകർന്നടിഞ്ഞതും ഹസീന രാജിവെക്കേണ്ടി വന്നതും രാജ്യം വിടേണ്ടി വന്നതും. ഇതേ കണക്ക് ഒരു ആൾ കേരളത്തിലുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയനാണ്. മെയിൻ കാര്യം അദ്ദേഹം ചെയ്യുന്നതും ഇതേ മോഡാണ്. അദ്ദേഹത്തിൻ്റെ ആൾക്കാർക്ക്, അദ്ദേഹത്തിൻ്റെ അനുഭാവികളുടെ സഹോദരിമാർക്ക്, ഭാര്യമാർക്ക്, മക്കൾക്ക് മാത്രം ഇവിടെ ജോലി കൊടുക്കുന്ന ഒരു പ്രവണതയുണ്ട്. നിങ്ങൾ സഹകരണ ബാങ്ക് നോക്കിക്കോ, ഗവൺമെൻറ് ആശുപത്രികൾ നോക്കിക്കോ, ഗവൺമെൻറ് സ്ഥാപനങ്ങൾ നോക്കിക്കോ, ദേവസ്വം ബോർഡ് നോക്കിക്കോ, ഇവിടെയൊക്കെ ആരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളത്? എന്തുകൊണ്ട് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് വാ മൂടി കെട്ടിയിരിക്കുന്നു. പ്രതിപക്ഷം ഉള്ളത് ഈ ഫുട്ബോൾ കളിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പറയത്തില്ലേ, ഗാലറിയിൽ നിന്ന് കളി കാണുക, അവസാന ഇലക്ഷൻ സമയത്ത് വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞ് പോവും. ആ അവസ്ഥയാണ് ഇവിടുത്തെ പ്രതിപക്ഷത്തിനുള്ളത്. അല്ലാതെ ഒരു നട്ടലുള്ള പ്രതിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ അത് വരത്തില്ലായിരുന്നു. ജനങ്ങൾക്കും വലിയ നട്ടലില്ല. അതാണ് ശരിക്കുള്ള സത്യാവസ്ഥ. അവർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇടാതെ അവർ യൂറോപ്പിലോട്ട്, ഇപ്പോഴത്തെ ജനറേഷനിൽ നല്ല ശതമാനം 2.5 ലക്ഷം പേര് ഓരോ വർഷവും ഇവിടുന്ന് യൂറോപ്പിലേക്ക് കുടിയേറാണ്. അവർ കുടിയേറെന്ന് വെച്ചാൽ തിരിച്ചു വരാനുള്ള കുടിയേറ്റമല്ല. അവരവിടെ പോയി അവർ PR എടുത്ത് അവരുടെ ജീവിതം രക്ഷപ്പെടുത്തുകയാണ്. സോ ഇവിടെയുള്ള ആൾക്കാർ ഇനി ചിന്തിക്കേണ്ടത്, ഇനി വരുന്ന ഗവൺമെൻറ് നമുക്ക് വേണോ, നമുക്ക് എത്രത്തോളം നമുക്ക് സ്വീകാര്യതയായിട്ട് നിൽക്കണം എന്ന രീതിയിൽ ചിന്തിച്ച് വോട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇനിയും ഈ ഗവൺമെൻറ്റിന് വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബംഗ്ലാദേശ് നടക്കുന്ന നമ്മളും ഇങ്ങനെയുള്ള പ്രശ്നത്തിൽ ഇടപെടേണ്ടി വരും. പിന്നെ റിസർവേഷൻ പ്രശ്നം, ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം. SC അല്ലെങ്കിൽ OBC കാറ്റഗറി ഉള്ളവരാണ് നിങ്ങൾ ഇതിന് ഉത്തരം പറഞ്ഞു, എനിക്ക് ഇഷ്യൂ ഇല്ല എന്ന് പറഞ്ഞതിന്. ഒരു ഡോക്ടർ കോട്ടയിൽ വരുന്നു, അവരുടെ പേരൻസ് 2 പേരും ഡോക്ടർ. ആ പേരൻസിൻ്റെ പേരൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോക്ടറായി വന്നവരുടെ ഗ്രാൻഡ് പേരൻസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് സർവീസ് ഇരിക്കുന്നവർ. ഇവർക്ക് ഇത് പ്രിവിലേജ്ഡ് ആണോ? ഈ പ്രിവിലേജ് എന്തിന് അവർക്ക് വീണ്ടും കൊടുക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. ജസ്റ്റ് ചിന്തിച്ച് നോക്കിയാൽ മതി. നിങ്ങളുടെ ചുറ്റും ഇത് കാണുന്ന കുട്ടികളുണ്ടല്ലോ. ഞാൻ എന്തുകൊണ്ട് റീജിയണൽ ഭാഷയിൽ ഇപ്പോൾ മലയാളം സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് കേരളത്തിലാണ് ഇത് ഏറ്റവും കൂടുതലുള്ളത്. മറ്റ് സംസ്ഥാനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹചര്യം എന്ന് പറഞ്ഞാൽ കേരളമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. കേരളം എന്ന് പറയുന്നത് താരതമ്യേന മറ്റ് സംസ്ഥാനങ്ങളെക്കാളും ഒരു ഫാർ ബെറ്ററാണ്. ഇപ്പോൾ മഹാരാഷ്ട്രയിലോ മധ്യപ്രദേശിലോ ബീഹാറിലോ പോയി കഴിഞ്ഞാൽ അവിടെ SC കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ അവർക്ക് ആ റിസർവേഷൻ കൊടുത്തേ ഒക്കത്തുള്ളൂ. അവിടുത്തെ ക്രീമി ലെയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ്. അതനക്കല്ല ഇവിടെ ക്രീമി ലെയർ മാത്രമേ ഉള്ളൂ ഇപ്പം എല്ലാ സബ് ഡിവിഷനിൽ വരുമ്പോഴും. SC എത്ര പേര് ഇപ്പം ഗവൺമെൻറ് സർവീസ് ഇല്ലാത്തവരുണ്ട്? അവർക്ക് കൊടുക്കുന്ന ക്യാഷ് എല്ലാം ഇവിടെ ഇപ്പം പൊളിറ്റീഷ്യൻസ് ബാക്കിയെല്ലാം അടിച്ചു മാറ്റുന്നു എന്നതാണ് ശരിക്കുള്ള സത്യാവസ്ഥ എന്ന് പറയുന്നത്. ശരിക്കുമുള്ള റിസർവ്ഡ് ശിക്ഷ കിട്ടാനുള്ള കുട്ടികൾ ശരിക്കും ഇവിടെ കിട്ടുന്ന പോലുമില്ല. അവർക്ക് ശരിക്കും ഒരു എന്താ പറയുക, ഒരിക്കലും പൊങ്ങി വരാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ താന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ബിക്കോസ് ഓഫ് ഈ ക്രീമി ലെയർ. തലമുറകളായി ഗവൺമെൻറ് ജോലി, തലമുറയായി പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇതിൽ എത്തുന്ന സമയത്ത് അവരുടെ കട്ട് ഓഫ് എന്ന് വെച്ചാൽ വളരെ കൂടുതൽ. എനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് SC ഉള്ള, അവന് ഇതുവരെ ഗവൺമെൻറ് ജോലി ഇട്ടിട്ടില്ല. അവൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള കട്ട് ഓഫുകൾ പലരും ജനറലിനേക്കാളും കൂടുതലാണ്. എന്തുകൊണ്ടാണ്?
2024 എത്തുമ്പോൾ നമുക്കും ഒരു റീഫോർമേഷൻ ആവശ്യമുണ്ട്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്റ്റ് ബേസ് ആവാതെ എക്കണോമിക് ബേസിൽ നമുക്കും വേണം റിസർവേഷൻ. അല്ലാതെ ഇവിടെ ഇനി മുന്നോട്ട് പോയിട്ട് യാതൊരു കാര്യമില്ല. പ്രിവിലേജ്ഡ് ആയ ആൾക്കാർ, ഡിസേർവ്ഡ് അല്ലാത്ത ആൾക്കാർ പ്രിവിലേജ്ഡ് ആയി അവർ ജനറേഷൻ മൊത്തം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ അത് കഴിഞ്ഞ അവിടുത്തെ നീറ്റ് PGയുടെ നീറ്റിൻ്റെ ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ എന്തിനാണ് റിസർവേഷൻ എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒരു ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ജനറൽ ആയാലും SC ആയാലും എല്ലാവർക്കും കിട്ടുന്ന ഒരേ ശമ്പളമാണ്. അവിടെ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവർക്ക് അസസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. പിന്നെ റിസർവേഷൻ്റെ ആവശ്യം എന്താണ്? ജോലിക്ക് ഇപ്പോൾ ഗവൺമെൻറ് സർവീസിൽ ജോലിക്ക് റിസർവേഷൻ കൊടുക്കണം എന്നുള്ളത് സത്യമാണ്, നല്ലതാണ്. അപ്പോൾ അവരുടെ എല്ലാവർക്കും ആ ഒരു പ്രാതിനിധ്യം ഉണ്ടാവും. അതിനൊക്കെയല്ല പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യലി സൂപ്പർ സ്പെഷ്യാലിറ്റിയിലൊക്കെ എന്തിനാണ് റിസർവേഷൻ കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ആ ഒരു സമയത്ത് തന്നെ ഏജ് തന്നെ 30-35 ആവും. അപ്പോഴത്തേക്കും അത്യാവശ്യം എല്ലാവരും സെറ്റിൽഡ് ആവുന്ന സമയമാണ്. പിന്നും ഒരു റിസർവേഷൻ ആവശ്യം എന്തെന്നുള്ള കാര്യം ചിന്തിക്കണം. മെയിനായിട്ട് അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ESIയുടെ ഒരു ഇൻ്റർവ്യൂയുടെ പ്രോസസ്സ് കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ട് വന്നു. നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. UR കാറ്റഗറി എന്ന് എഴുതിയിട്ട് ഫ്രം ദ OBC സെലക്റ്റഡ് UR കാറ്റഗറി എന്നായിരിക്കുന്നത്. ജനറൽ കാറ്റഗറി എന്ന് വെച്ചിരിക്കുന്നത് ജനറൽ കാറ്റഗറിക്ക് മാത്രമല്ല, അതിൽ ആർക്ക് വേണോ വന്ന് കയറാം. അപ്പോൾ ജനറൽ കാറ്റഗറി എന്തോ ചെയ്യും? കട്ട് ഓഫിൻ്റെ സമയത്ത് ESIയുടെ എക്സാമിൻ്റെ കട്ട് ഓഫിൻ്റെ ഒരു ജനറൽ കാറ്റഗറിക്ക് വേണ്ട കട്ട് ഓഫിനേക്കാൾ വളരെ കുറവാണ് OBC, അതിനേക്കാളും വളരെ കുറവാണ് SC ST എന്ന് പറയുന്നത്. കട്ട് ഓഫ് നിയന്ത്രിക്കുന്ന സമയത്ത് ഈ OBC SC ST മുകളിലോട്ട് വരികയും ജനറലിൻ്റെ എണ്ണം കുറയുകയും ചെയ്യും. ഇൻ്റർവ്യൂ സമയത്ത് അല്ലെങ്കിൽ അവസാന റിസൾട്ട് ഇടുന്ന സമയത്ത് ഈ ജനറൽ കാറ്റഗറി മിക്കതും വേക്കൻ്റ് ആണ്. ഇപ്പം നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ESICയുടെ ഇപ്പോഴത്തെ റിസൾട്ട് വന്നേരം നോക്കിയാൽ മതി എത്ര ജനറൽ കാറ്റഗറി അവിടെ വേക്കൻ്റ് ആണെന്നോ. ആ വേക്കൻ്റ് എല്ലാം എടുത്തേക്കുന്ന OBC SC ST ഈ അവസ്ഥ മാറണമെങ്കിൽ കാസ്റ്റ് ബേസിലുള്ള റിസർവേഷൻ മാറ്റി എക്കണോമിക് ബേസിലുള്ള റിസർവേഷൻ വേണം. അതല്ലാതെ ഇത് മുന്നോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ കൂട്ടത്തിലും കാണത്തില്ലേ ഒരാളല്ല 1000 പേര് കാണത്തില്ലേ നല്ല എക്കണോമിക്കലി നല്ല സ്റ്റേബിൾ ഉള്ള ആൾക്കാർ. പക്ഷേ നിങ്ങളെക്കാളും അല്ലെങ്കിൽ ഒരു യാതൊരു വിധത്തിലുള്ള ഒരു വളരെ തുച്ഛമായ മാർക്ക് കൊണ്ട് റിസർവേഷനായിട്ട് വന്ന് കയറുന്നവരുണ്ട്. ഡിസേർവ്ഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അവരുടെ ഫാമിലി ഫാമേഴ്സായിട്ട് ഫാമിലീസ് ഉണ്ട്, അല്ലെങ്കിൽ ട്രൈബൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അനാഥരായി പോയ അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ള ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് അവരുടെ അപ്ലിഫ്റ്റ് കൊണ്ടുവരാനാണ്. പക്ഷേ എല്ലാ പ്രിവിലേജ്ഡും ആയിട്ടുള്ളവർ 2-3 തലമുറയായിട്ട് ഗവൺമെൻറ് സർവീസിലുള്ളവർ പിന്നും ഈ കോട്ട ഉപയോഗിച്ച് പിന്നും കയറി വരിക എന്ന് പറയുമ്പം അത് നശിപ്പിക്കുന്നത് അവരുടെ ഡിസേർവ്ഡ് ആയിട്ടുള്ള ഒരുപാട് പേര് ഇപ്പോഴും അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കിടക്കുന്ന ആൾക്കാരെ താഴ്ത്തിക്കൊണ്ടാണ്. അത് നമ്മൾ ഗവൺമെൻറ് കാണണം. ഈ പറയുന്ന റീഫോം എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ് ഈ സമയത്ത്. ഓൾ ഇന്ത്യ ഞാൻ പറയത്തില്ല, ഓൾ ഇന്ത്യയുടെ അവസ്ഥ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ അവിടെ SC ST അല്ലെങ്കിൽ SC ST OBC എന്ന് വെച്ചാൽ ക്രീമി ലെയർ നമ്മൾ നോക്കുമ്പോൾ വളരെ തുച്ഛമേ ഉള്ളൂ. അതൊക്കെ സ്റ്റേറ്റാണ്, കേരളം കണക്കൊരു സ്റ്റേറ്റ്. ഇവിടെ നമ്മൾ ക്രീമി ലെയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര പേർക്ക് ഗവൺമെൻറ് സർവീസിലുണ്ടെന്ന് നമ്മൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ സർവീസിലുള്ളത് നോക്കിക്കഴിഞ്ഞാൽ വലിയ നമ്പറാണ്. അതുകൊണ്ട് ഇത് ടോട്ടലി അവരത് മിസ്യൂസ് ചെയ്യപ്പെടുകയാണ്. ഇവിടെ റിസർവേഷൻ 2 രീതിയിലാക്കുക. ഒന്ന്, ഗവൺമെൻറ് സർവീസിലുള്ളവരുടെ പിള്ളേർക്ക് സർവീസ് കോട്ട വളരെ കുറയ്ക്കുക. ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, അവിടെയും ഫിസിക്കലി ഹാൻഡിക്യാപ്ഡോ അങ്ങനെ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ കൊടുക്കുക, അതൊന്നും വിഷയമില്ല. 2, എക്കണോമിക് സ്റ്റാറ്റസ്. ഫാമേഴ്സിൻ്റെ പിള്ളേർ, ട്രൈബലുള്ള ആൾക്കാർക്ക് പ്രത്യേക സ്റ്റാറ്റസ് വെച്ചിട്ട് അവിടെയുള്ള സ്റ്റുഡൻസിന് പ്രത്യേക കോട്ട അനുവദിച്ച് അവരെ മെഡിക്കലിലും എഞ്ചിനീയറിലൊക്കെ വിടുക. കാരണം എന്നാൽ മാത്രമേ അവിടെ ആ സൊസൈറ്റി അപ്ലിഫ്റ്റ് ആകത്തുള്ളൂ, ആ കുടുംബം രക്ഷപ്പെടത്തുള്ളൂ, ആ സൊസൈറ്റിയിൽ ഒരു ലൈറ്റ് വരത്തുള്ളൂ. ഈ 2 കാര്യങ്ങൾ ചെയ്യാതെ ഇനിയും കാസ്റ്റ് ബേസിലുള്ള ഒരു റിസർവേഷൻ കൊണ്ട് നടന്നാൽ നമ്മുടെ സമൂഹത്തിന് യാതൊരു വിധത്തിലുള്ള മാറ്റം ഉണ്ടാകത്തില്ല, നമുക്കൊരു അപ്ലിഫ്റ്റ് ഉണ്ടാകത്തില്ല. അൺഡിസേർവ്ഡ് പീപ്പിൾ പ്രിവിലേജിൻ്റെ ബേസിൽ ഇവിടെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും, ഗവൺമെൻറ് സർവീസിൽ കയറിയിരിക്കും. അതുകൊണ്ടാണ് ഈ കൈക്കൂലിയും പല കാര്യങ്ങളും നമ്മൾ കാണുന്നത്. ഇവർക്കൊന്നും ഈ സർവീസിനെ പറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യാതൊരു വിധത്തിലുള്ള ഒരു ബോധവും ഉണ്ടാകത്തില്ല. എന്തിനാണ് ചെയ്യുന്നത്? പ്രിവിലേജായ ആൾക്കാരല്ലേ, സോ കോൾഡ് പ്രിവിലേജ്. 30% മാത്രം കോട്ട കൊടുത്ത് ബംഗ്ലാദേശിലെ സ്റ്റുഡൻസ് പുറത്തിറങ്ങി പ്രൊട്ടസ്റ്റ് ചെയ്തെങ്കിൽ ഇവിടെ 40% കൂടുതലാണ് നമ്മുടെ ഇവിടുത്തെ ഉള്ള റിസർവേഷൻ എന്ന് പറയുന്നത്. ഓരോ ജോബുകളിൽ മാത്രമല്ല, PSCയെ നോക്കി നിർത്തി വെറും നോക്കൂത്തിയായിട്ട് നിർത്തിയിട്ട് ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെയും ബാക്കി എല്ലാ പാർട്ടിക്കാരും ആരെയും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. അവരുടെയൊക്കെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഭാര്യയും സഹോദരിയും മക്കളെയും കുടുംബക്കാരെയൊക്കെ പിടിച്ച് സർവീസിൽ എത്തുക എന്ന് പറയുന്നത് എന്ത് വലിയ ആഭാസതരമാണ്. തിരുവനന്തപുരം നമ്മൾ ഓരോ മാസം നോക്കിയാൽ മതി, അവിടെ മുട്ടിലൊഴിയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഓരോരോ സത്യാഗ്രഹം നടത്തുന്ന ആൾക്കാരുണ്ട്. ഓരോ ലിസ്റ്റ് ഇട്ടിട്ട് അതിൽ നിന്ന് ആൾക്കാരെ എടുക്കാതെ അവർക്ക് ആവശ്യമുള്ള ആൾക്കാരെ മാത്രം തിരിഞ്ഞു പിടിച്ചിട്ട് ജോലി കൊടുക്കുന്ന ഒരു വ്യവസ്ഥ ഇവിടെ മാറണം. ആ മാറ്റത്തിന് വേണ്ടിയാണ് ഈ പറയുന്ന വീഡിയോ. അഴിമതിയും ദുർഭരണവും കെടുകാര്യസ്ഥതയും, ഇതാണ് കേരളത്തിൻ്റെ മുഖമുദ്ര ഇപ്പോഴത്തെ.
ഒരു ചെറിയ ഒരു ലാൻഡ് സ്ലൈഡിനെ ഞാൻ ചെറുതോ വലുതോ പറയല്ല. ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ഇന്നത്തെ ഹിന്ദു പത്തിലെ സെക്കൻഡ് പേജിൽ വലിയ ഒരു പത്രത്തിൽ പിണറായി വിജയന്റെ ഫോട്ടോ വെച്ചിട്ട് ഇട്ടേക്കുവാണ്, പ്ലീസ് ഡൊണേറ്റ് ഫോർ CM ഡിസ്ട്രസ് ഫണ്ട് എന്ന്. കഴിഞ്ഞ 2 തവണയും ഇത്തരത്തെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഏകദേശം 4000-1000 കോടി വെച്ച് പിരിച്ച കാശ് KSFBക്ക് ലാപ്ടോപ്പ് വാങ്ങാനും KSFBക്ക് വീട് വയ്ക്കാനും സ്കൂളുകളിൽ ഉച്ചഭക്ഷണത്തിലുള്ള ആൾക്കാർക്ക് കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും ഓണം കിറ്റ് കൊടുക്കാനാണ് ഉപയോഗിച്ചിരുന്നത്. ഇത്രയും കെടുകാര്യസ്ഥതയുടെ ഉച്ചത്തിൽ നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത്. ഒരു പ്രശ്നത്തിന് അംഗീകരിക്കാൻ പറ്റത്തില്ല, ഒരു പ്രശ്നത്തിന് വരുമ്പോൾ അതിനെ എങ്ങനെ നേരിടണമെന്ന് അറിയത്തില്ല. മിസ്മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ വനിതാ മതിലും നമ്മുടെ മഞ്ഞക്കുറ്റി വെക്കാനും കോടികൾ 50 കോടി വെച്ചാണ് അത് രണ്ടിനും വെച്ചേക്കുന്നത്. നവകേരള സദസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളം മുഴുവൻ ഒരു വണ്ടി എടുത്തുകൊണ്ട് വെച്ചിട്ട് ഒരു ആഭാസര ഒരു കാര്യം ചെയ്തു. അതിൻ്റെയൊക്കെ ആവശ്യം എന്തുമായിരുന്നു? അന്ന് ചെയ്ത ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടിയോ എന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല. പണ്ട് ഉമ്മൻചാണ്ടി ചെയ്തിരുന്നു ഇത് കണക്കൊരു പരിപാടി. പക്ഷെ അന്ന് ജനങ്ങളെ ഉപദ്രവിക്കാനല്ല, അന്ന് ഫലം കിട്ടിയ ആൾക്കാരാണ്. അന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മരിച്ച് കോട്ടയത്ത് പോകുന്ന വഴി നീളെ അന്ന് നമ്മൾ കണ്ടത്. ജനനായകനായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഞാൻ കേരളത്തിനെയും ബംഗ്ലാദേശിനെയും ഇത്ര രീതിയിൽ കമ്പാരിസൺ ചെയ്തെന്ന് വെച്ചാൽ രണ്ടിനും ഒരുപാട് സമാനതകളുണ്ട്. 2 ഡിക്റ്റേറ്റർഷിപ്പ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ജോലിയുടെ പേരിൽ, കോട്ടയുടെ പേരിൽ, ഒരു സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത്. കേരളത്തിന് എന്തോ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചു നോക്കുക. പ്രവാസികൾ, പാവം ഈ പ്രവാസികളും യൂറോപ്പിൽ പോകുന്ന ആൾക്കാരും ലിക്വറും ലോട്ടറിയും, ഇത് 4 അല്ലാതെ ഇവിടെ വേറെ വരുമാനം ഇല്ലാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ വിഴിഞ്ഞം വന്നു. വിഴിഞ്ഞത്തിനെ മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ അതിനുള്ള ബേസിക് ഫെസിലിറ്റീസ് വേണം, വെയർ ഹൗസ് വേണം, റോഡ് വേണം, അതിനുള്ള ബിസിനസ് ഇവിടെ വളർത്തണം. ഇതിനെന്തെങ്കിലും ഒന്നും ഇവർ ചെയ്യുന്നുണ്ടോ? ഇവർക്കിതൊന്നും യാതൊരു വിഷയമില്ല. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ക്യാഷ് അടിച്ച് മാറ്റുക, പാറക്കോറിയിൽ നിന്ന് ക്യാഷ് അടിച്ച് മാറ്റുക, ഇതൊക്കെയാണ് അവരുടെ മെയിൻ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരു വിഷണറി ആയിട്ട് ഒരു 50 കൊല്ലം അല്ലെങ്കിൽ 100 വർഷം കഴിയുമ്പോൾ കേരളത്തിന് എവിടെ നിർത്തണം, അങ്ങനെയുള്ളൊരു വിഷനുള്ളൊരു സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ല നമുക്കുള്ളത്. ഗവൺമെൻറ് ഇത്ര വിമർശിക്കാൻ കാരണം ഇത് തന്നെയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് എന്താ പറയുക, ഇതിൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്, വിമർശനമുണ്ട്, കമൻറ്റ് ചെയ്യാം, എനിക്കൊരു വിഷയമില്ല. ഞാനീ പറയുന്നത് വാസ്തവമായ കാര്യമാണ്. ESICയിലെ ഇപ്പോഴത്തെ റിസൾട്ട് നോക്കുന്ന ആൾക്കൊക്കെ മനസ്സിലാവും. ജനറൽ കാറ്റഗറിയിലെ സ്റ്റുഡൻസിൻ്റെ ആ കോട്ടയിൽ വന്നിരിക്കുന്നത് OBC കാറ്റഗറിയിലെ സ്റ്റുഡൻസ് ആണ്. എന്തിനാണ് അവരതെടുക്കുന്നത്? ജനറൽ കാറ്റഗറി ഇല്ലാത്തതുകൊണ്ടല്ലേ? എന്തുകൊണ്ടില്ല? അവരുടെ കട്ട് ഓഫ് ഹയസ്റ്റ് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതാണ് ശരിക്കുള്ള അവസ്ഥ. അപ്പം ഇത് മാറണം. സോഷ്യൽ സ്റ്റാറ്റസ് എന്ന രീതിയിൽ എക്കണോമിക് സ്റ്റാറ്റസ് എത്രയാണോ എക്കണോമിക് അത് വെച്ച് റിസർവേഷൻ ചെയ്യുക. SC/ST കാറ്റഗറിയിലെ ക്രീമി ലെയേഴ്സിനെ മാറ്റിയെടുത്തിട്ട് അവിടെ ഡിസേർവ്ഡ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരെ മാറ്റിക്കഴിഞ്ഞാൽ സൊസൈറ്റി ഫുള്ള് ചേഞ്ച് ആവും. ട്രൈബൽ ഏരിയസിൽ ഇന്നും ഡോക്ടറും ഒരു ബേസിക് ഫെസിലിറ്റി ഇല്ലാത്തവരുണ്ട്. അവിടെയുള്ള കുട്ടികൾ വരണം മെഡിക്കൽ കോളേജിലും എഞ്ചിനീയറിംഗ് കോളേജിലും. എന്നാൽ മാത്രമേ അവരുടെ ആ സൊസൈറ്റിയിൽ ടോട്ടലി ചേഞ്ച് ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ ഈ പറഞ്ഞ അൺഡിസേർവ്ഡ് കാറ്റഗറി സ്റ്റുഡൻസ്, അൺഡിസേർവ്ഡ് ആയിട്ടുള്ള പീപ്പിൾസ്, പ്രിവിലേജിൻ്റെ പേരിൽ ഈ പറയുന്ന കാറ്റഗറി വന്നിട്ട് എല്ലാം കൊണ്ടുപോയി എങ്ങനെ ഇരിക്കും? കഴിഞ്ഞ തവണ 720 വാങ്ങിയ ഒരു SC/ST OBC സ്റ്റുഡൻസ് ഉണ്ട്. നോക്കിയാൽ മതി നീറ്റിൽ. സോ ഇനിയും ഈ പറയുന്ന റിസർവേഷൻ സിസ്റ്റം ഇതാണ് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ അടി വരും. ഇത് ഞാൻ പറയുന്ന 2010 2009 ഒരുപാട് ഇഷ്യൂകൾ ഉണ്ടായിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. റിസർവേഷൻ, ആൻറ്റി റിസർവേഷൻ ബേസിസ് ഓഫ് എക്കണോമിക് സ്റ്റാറ്റസ് എന്ന രീതിയിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട്. ഇതിൻ്റെ ഏറ്റവും മുന്നോടിയാണ് ഏറ്റവും എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഇൻ ദ ജനറൽ കാറ്റഗറിയിൽ 10% റിസർവേഷൻ വന്നത്. അതല്ല വേണ്ട നമുക്ക് വേണ്ടത് എക്കണോമിക് ടോട്ടലി ഡിസേർവ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് കാറ്റഗറൈസ്ഡ് വന്നിട്ട് റിസർവേഷനിൽ വന്ന് മുന്നോട്ട് വരിക. കാരണം ഇവർക്ക് കിട്ടുന്ന അലവൻസ് ഭയങ്കരമാണ്. ഒരു പ്രൊഫഷണൽ കോളേജിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്റ്റഡീസ് അലവൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് ചെയ്യുന്ന എല്ലാ കാര്യത്തിനും അലവൻസ് ആണ്, ഗ്രാൻസ് ഉണ്ട്, ക്യാഷ് കിട്ടും. ഇത് കിട്ടേണ്ടത് ആർക്കാണ് ശരിക്കും പറഞ്ഞാൽ? ഡിസേർവ്ഡ് ആയിട്ടുള്ള പിള്ളേർ. ഈ അൺഡിസേർവ്ഡ് ആയിട്ടുള്ള പിള്ളേർ ക്യാഷ് കിട്ടിയാൽ എന്തോ ചെയ്യുമെന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് കാണുമല്ലോ, കമൻറ്റ് ചെയ്യാം. എനിക്കും അറിയാം ഒരുപാട് പേര്. സോ ഈ സിസ്റ്റം മാറണം. സിസ്റ്റം മാറ്റത്തിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ.